വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പരിക്കിന്റെ തിരിച്ചടികൾ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു ടീം. സീസണിന്റെ തുടക്കം മുതൽ കഴിഞ്ഞ മത്സരം വരെ ഓരോ സമയത്തും പല താരങ്ങൾ പരിക്കേറ്റ് പുറത്തു പോയിട്ടുണ്ട്. അതിൽ പല പ്രധാന താരങ്ങൾക്കും സീസൺ തന്നെ നഷ്ടമാകുമെന്ന സാഹചര്യത്തിലായി കാര്യങ്ങൾ. പ്രധാന താരങ്ങളുടെ പരിക്കുകൾ ടീമിന്റെ പ്രകടനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ISLന്റെ ആദ്യഘട്ടത്തിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഘട്ടത്തിൽ കളിച്ച 3 മത്സരങ്ങളിലും തോൽവി എറിഞ്ഞ് 5ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടത്. ചെന്നൈയിൻ FCക്കെതിരെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് 2 താരങ്ങൾ പരിക്കേറ്റ് പുറത്തുപോയിരുന്നു. ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും പ്രതിരോധ നിരയിലെ കരുത്ത് ലെസ്കോവിച്ചും. സച്ചിൻ സുരേഷിന്റെ പരിക്ക് ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഷോൾഡറിന് പരിക്കേറ്റ സച്ചിന് സർജറി ആവശ്യമായതിനാൽ സീസണിന്റെ ബാക്കിയുള്ള മത്സരങ്ങളും നഷ്ടമായേക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തനായ ഗോൾ കീപ്പറെ നഷ്ടമായ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത മത്സരത്തിൽ പരിക്ക് മാറി തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ച ലെസ്കോവിച്ചിന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലെസ്കോയുടെ പരിക്ക് അത്ര നിസാരമല്ല. MRI സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി അവസ്ഥ എന്താണെന്ന് മനസ്സിലാകൂ. അതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ക്രൂഷ്യൽ മത്സരം FC ഗോവയ്ക്കെതിരെയുള്ള ഹോം മത്സരത്തിൽ പ്രതിരോധ നിരയിൽ ലെസ്കോ ഉണ്ടാകില്ല എന്നത് നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു തോൽവി ഒഴിവാക്കുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്.